കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച LDF സർക്കാർ അവരുടെ കാലം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അവർ 3ാം തവണ തിരിച്ചു വരില്ല. സാധാരണ കേരളത്തിലെ 75 വർഷത്തെ ചരിത്രത്തിൽ മാറി മാറി LDFും UDFും അല്ലെങ്കിൽ ഇതുവരെ LDFും UDFും മാത്രമേ ഇവിടെ ഭരിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം LDF ഭരണം മാറിയാലും UDFും തിരിച്ചു വരില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഭാരതീയ ജനതാ പാർട്ടിയും ഇന്ത്യയും വളരെ ശക്തമായ 140 സ്ഥാനാർത്ഥികളെ ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ മറ്റ് 2 മുന്നണികളെ വെച്ച് നോക്കുമ്പോൾ അവർ രണ്ടുപേരും പ്രധാനമായിട്ടും ഓരോ വിസ്മയങ്ങളെക്കുറിച്ചും വിവാദങ്ങളെക്കുറിച്ചും വർഗീയമായ ചില വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ വികസനം അവതരിപ്പിക്കുന്നത് വികസനത്തിനെ കുറിച്ചും ഈ നാട്ടിലെ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു റോഡ് മാപ്പ് ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ജനങ്ങളുടെ മുന്നിൽ ഇന്ന് അവതരിപ്പിക്കുന്നു. UDF എന്നൊരു പ്രകടന പത്രിക അവർ പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്കെല്ലാവർക്കും ഒരു കാര്യം വളരെ വ്യക്തമായി അറിയാം. ഇന്ന് ഇന്ത്യയിൽ 3 സംസ്ഥാനങ്ങൾ കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്നുണ്ട്. ഇന്ന് കർണാടക, ഹിമാചൽ പ്രദേശ്, തെലങ്കാന. അതിലിന്ന് ഹിമാചൽ പ്രദേശിൽ ഇവിടെ എല്ലാം കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇന്ന് ഹിമാചൽ പ്രദേശിൽ അവർക്ക് ഇന്ന് അവരുടെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ പോലും ഉള്ള നിവൃത്തിയിലല്ല. അവിടെയാണ് നിർത്തിയിരിക്കുന്നത്. കർണാടകവും തെലങ്കാനയും എല്ലാം അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. അതുപോലെ 2 മുന്നണികളും ഇവർ രണ്ടുപേരും മത്സരിച്ചെന്ന് BJPയുമായിട്ട് ഡീലുണ്ടെന്നൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നു. പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം. ഇന്ന് ദേശീയ തലത്തിൽ ഒരു ഇന്ത്യ മുന്നണിയുണ്ട്. ആ മുന്നണിയിൽ ഈ 2 പാർട്ടികളും അംഗങ്ങളാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ബീഹാറിൽ, രാജസ്ഥാനിൽ, അതുപോലെ തമിഴ്നാട്, പുതുച്ചേരി മുതലായ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞയാഴ്ചയാണ് അവിടെ ഈ മുന്നണിയുടെ സീറ്റ് ഷെയറിംഗ് നടന്നത്. ഇവിടെ എല്ലാം ഈ CPMും കോൺഗ്രസും ഒരേ മുന്നണിയുടെ അംഗങ്ങളാണ്. അന്നത്തെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ വരുമ്പോൾ ഇവർ രണ്ടുപേരും, അതായത് ഇന്ത്യയിലെ ഏകദേശം 30 സംസ്ഥാനങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും മുന്നണി അംഗങ്ങളായ 2 പേരും ഇവിടെ വരുമ്പോൾ അവർ പറയുന്നത് BJPയുമായിട്ട് ഡീലുണ്ടെന്നാണ്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിക്ക് ആരുമായിട്ടും ജനങ്ങളുമായിട്ട് മാത്രമേ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഡീലുള്ളൂ. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട MP ഉണ്ട്, മേയറുണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്. ഈ കേരളത്തിൽ ഇവിടെ MLAമാരൊന്നുമില്ല. ഇന്ന് ഈ കേരളത്തിൽ പോലും ശ്രീ നരേന്ദ്രമോദിജിയുടെ ഡെവലപ്മെന്റ് മന്ത്രം, അതായത് സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, 140 കോടി ജനങ്ങളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിന്റെ ആ ഡെവലപ്മെന്റ് മന്ത്രയിൽ കേരളത്തിലും അനവധി പദ്ധതികളും ഒരുപാട് ഗവൺമെന്റ് പ്രോജക്റ്റുകളും ഇതുവരെ കേരളത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട്. കേരളത്തിലും ഈ പാർട്ടി വളർന്നുകൊണ്ട് തന്നെ ഇരിക്കുക. 2009 വെറും 5% ഒരു പാർട്ടി ഇന്ന് ഏകദേശം 20% വോട്ട് ഷെയർ ഉള്ള ഒരു പാർട്ടിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറി. ഈ FCRA ആക്ട് കൊണ്ടുവന്നതും അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് NGOകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് പേർ നല്ല കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ചില ഉദാഹരണങ്ങൾ ഞാൻ പറയുകയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരുപാട് ബോർഡർ സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പം കാശ്മീരും പഞ്ചാബും നോർത്ത് ഈസ്റ്റിലും ഒക്കെ ഇവിടെയൊക്കെ ഒരുപാട് NGOകൾ, ചിലതൊക്കെ ഇന്റർനാഷണൽ റെപ്യൂട്ടേഷൻ ഉള്ളതും ഇന്റർനാഷണൽ പ്രസൻസ് ഉള്ള NGOകളുമാണ്. പക്ഷെ അവർ ഫോറിൻ ഫണ്ട് വാങ്ങിക്കുന്നു. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളല്ല അതിനുപയോഗിക്കുന്നത്. അതിന് ഒരുപാട് നാഷണൽ സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനൊരുപാട് ദേശവിരുദ്ധമായ പല കാര്യത്തിലും ഉപയോഗിക്കുന്നവരുണ്ട്.